ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിനാൻസിൻ്റെയും അക്കൗണ്ട്സിൻ്റെയും ഓപ്പറേഷൻസിനായിട്ട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ടും പെയ്ഡ് വേർഷനായിട്ടും ധാരാളം എ ടൂൾസ് അവൈലബിൾ ആണ്. ഈ എ ടൂൾ നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന ഇറേഴ്സ് നമുക്ക് 100% റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാനായിട്ട് പറ്റും. മാനുവലായിട്ട് ഒരാളിരുന്ന് ചെയ്യുന്ന വർക്ക് എയ്ക്ക് ഒരു പക്ഷേ ഒരു വിത്തിൻ 30 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എ ടൂൾസ് നമ്മുടെ ബിസിനസ്സിൽ അഡാപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു എ ടൂൾ പരിചയപ്പെടുത്താം, ഡോക്സ്യുമോ. ഇതൊരു എ പവർ ഡോക്യുമെന്റ് എക്സ്ട്രാക്ഷൻ ടൂളാണ്. ഇത് യൂസ് ചെയ്യുന്നത് OCRും മെഷീൻ ലേണിംഗുമാണ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഇൻവോയ്സ്, റെസിപ്റ്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ടൂളിന്റെ യൂസ് കേസ് ആയിട്ട് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ഇൻവോയ്സ് ഓട്ടോമേഷൻ ആണ്. ദെൻ അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ദെൻ PO മാച്ചിങ്. ഈ 4 ഫീച്ചേഴ്സ് ആണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊരു പർച്ചേസ് ബില്ലുണ്ട്. ഇതിൽ നമുക്ക് ഇൻവോയ്സ് ഡേറ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, സപ്ലയറിന്റെ ഡാറ്റ ഉണ്ട്, അതേപോലെ തന്നെ ബയറിന്റെ ഡാറ്റയും നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി, റേറ്റ്, GST കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമുക്കൊന്ന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഡോക്സ്യുമോ എന്ന് പറയുന്ന ഈ ഒരു എ ടൂളിന്റെ ഇന്റർഫേസ്. ഇവിടെ നമുക്ക് ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇവിടെ ഇതുപോലെ വന്നിട്ട് ഇവിടെ അപ്ലോഡ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇൻവോയ്സിൽ അപ്ലോഡ് ഫയൽ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ഞാൻ പർച്ചേസ് ഇൻവോയ്സ് ഈ ടൂളിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിംഗിൾ അല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള പർച്ചേസ് ഇൻവോയ്സസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ മാനുവലായിട്ട് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സിസ്റ്റം എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇവിടെ ഇൻവോയ്സ് നമ്പർ, ഡോക്യുമെന്റിന്റെ ഡേറ്റ്, അതേപോലെ തന്നെ സെല്ലറിന്റെ ഇൻഫർമേഷൻ, ബയറിന്റെ ഇൻഫർമേഷൻ, GSTന്റെ ഡീറ്റെയിൽസ്, ലൈൻ ഐറ്റം ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ ഇവർ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കാം. എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറക്ഷനും ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മളിവിടെ കൺഫേം എന്നുള്ളത് കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഡൗൺലോഡ് XLS ആണ് കൊടുത്തത്. അപ്പോൾ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് അതൊരു എക്സൽ ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഡാറ്റ, ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സപ്ലയറിന്റെയും വെണ്ടറിന്റെയും ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ടാക്സിന്റെ എമൗണ്ട്, ദെൻ നമ്മുടെ ഐറ്റത്തിന്റെ നെയിം, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ റേറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡോക്സ്യുമോ. അപ്പം നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യാനും